നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റി ബികോം 4th സെമസ്റ്റർ കോർപ്പറേഷൻ്റെ എലക്റ്റീവ് പേപ്പറായിട്ടുള്ള കോഓപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ 4th മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. 4th മൊഡ്യൂളിൻ്റെ പേര് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. അതിനകത്ത് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്താണെന്നും പിന്നെ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് എന്താണെന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ അടുത്ത ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത സെഷനിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? എഡ്യൂക്കേഷൻ മീൻസ് ബൈ വിച്ച് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ ആർ എനേബിൾഡ് ടു ഫങ്ഷൻ എഫക്റ്റീവ്ലി എന്ന് വെച്ചാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വളരെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അവിടുത്തെ മെമ്പേഴ്സിനും അതേപോലുള്ള എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനും മാനേജേഴ്സിനും എംപ്ലോയീസിനും അങ്ങനെയുള്ള എല്ലാവർക്കും കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തേ കഴിയത്തുള്ളൂ. കാരണം അങ്ങനെ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ആ കോഓപ്പറേറ്റീവ് ഒരു ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് ദ മീൻസ് ബൈ വിച്ച് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ ആർ എനേബിൾഡ് ടു ഫങ്ഷൻ എഫക്റ്റീവ്ലി. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ വളരെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ എഡ്യൂക്കേഷൻ മാത്രമാണ് എന്നുള്ളതാണ്. ഇനി എന്താണ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ അടുത്തൊരു സെൻറ്റൻസ് നമുക്ക് എഴുതാൻ പറ്റും. സാധാരണഗതിയിൽ ഇത് 1 മാർക്കിനും 2 മാർക്കിനും സ്ഥിരമായി ചോദിക്കുന്നതാണ് വാട്ട് ഈസ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോൾ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മീൻസ് എഡ്യൂക്കേറ്റിംഗ് ദ പീപ്പിൾ എബൌട്ട് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് കോഓപ്പറേഷൻ എന്ന് വെച്ചാൽ ആളുകളിൽ ഒരു കോഓപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഈസ് വെരി എസെൻഷ്യൽ ഫോർ കോഓപ്പറേറ്റീവ് മെൻറ്റ് ടു ഡെവലപ്പ് കോഓപ്പറേറ്റീവ് ഓൺ എ സൗണ്ട് ലൈൻസ് എന്ന് വെച്ചാൽ ഒരു കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അതൊരു വിജയകരമായി അത് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വളരെ എസെൻഷ്യലായി ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോഓപ്പറേഷനെ സെൽഫ് റിലയൻറ്റും അതേപോലെ സെൽഫ് സപ്പോർട്ടിങ്ങും ഒക്കെ ആക്കി മാറ്റണമെങ്കിൽ എഡ്യൂക്കേഷന് നമ്മൾ എന്ത് കൊടുക്കണം? വളരെ പ്രാധാന്യം കൊടുക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടുത്തെ മെമ്പേഴ്സിന് നമ്മൾ ആ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ടു ഓഫീസ് ബെയറേഴ്സ്. നമ്മൾ ഓഫീസ് ബെയറേഴ്സ് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ എംപ്ലോയീസിനെയാണ്. അപ്പോൾ എംപ്ലോയീസിന് നമ്മൾ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ടു എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. അവിടെ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുമല്ലോ. 5 വർഷം കൂടുമ്പോൾ നമ്മൾ എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനും അവരുടെ ജനറൽ ബോഡി മെമ്പേഴ്സിൽ നിന്ന് കുറച്ച് ആളുകളെ ബോർഡിലേക്ക് തിരഞ്ഞെടുത്ത് വെക്കും. അപ്പോൾ അവർക്ക് നമ്മൾ വേണ്ടുന്ന എന്ത് കൊടുക്കണം? ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ടു പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തെ അവിടുത്തെ യൂത്തിനും അതേപോലെ തന്നെ അവിടുത്തെ പബ്ലിക്കിനും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അവരാണ് ഭാവിയിൽ ഈ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സായി വരേണ്ടുന്നത്. അപ്പോൾ അവർക്കും വേണ്ടുന്ന എന്ത് കൊടുക്കുക? ഈ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആർക്കൊക്കെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഈ 4 ആളുകൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മെമ്പേഴ്സിന് എന്തിന് കൊടുക്കുന്നു? ഓഫീസ് ബെയറേഴ്സിന് എന്തിന് കൊടുക്കുന്നു? എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് എന്തിനാണ് നമ്മളിത് കൊടുക്കുന്നത്? അതേപോലെ പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സിന് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്? അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾ അതുകൂടി ഒന്ന് എഴുതി പോയി കഴിഞ്ഞാൽ ചോദിക്കുകയാണെങ്കിൽ ഒരു 4 മാർക്കിനെങ്ങാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു നല്ല മാർക്കായിട്ട് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ.
നീഡും ഇമ്പോർട്ടൻസും. അപ്പോൾ നോക്കൂ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് പറയുമ്പോൾ അതിനകത്ത് ഒന്ന് ക്രിയേറ്റിംഗ് എൻലൈറ്റൻഡ് മെമ്പേഴ്സ് എന്നാണ്. എന്നുവെച്ചാൽ നല്ല എൻലൈറ്റൻഡ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനിൽ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള മെമ്പേഴ്സ് എന്നാണ്. എന്നുവെച്ചാൽ അത്യാവശ്യം വിവരങ്ങളുള്ള അല്ലെങ്കിൽ വിവരങ്ങളെല്ലാം അറിയാവുന്ന ഒരു കുറച്ച് അംഗങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട നീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഓൺ സൗണ്ട് ലൈൻസ് ആൻഡ് എ ഫേം ഫൂട്ടിംഗ് എന്ന് വെച്ചാൽ സക്സസ്ഫുള്ളായിട്ട് ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ മാറ്റിയെടുക്കുക, അതേപോലെ തന്നെ ആ ഓർഗനൈസേഷൻ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഫോർ ദ സക്സസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? ഈ ഓർഗനൈസേഷനിലെ ആളുകൾക്ക് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫോർ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ മെമ്പേഴ്സിൻ്റെ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അതൊന്ന് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ക്രിയേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ലോയൽറ്റി എമംഗ് മെമ്പേഴ്സ് ടുവേർഡ്സ് കോപ്പറേറ്റീവ്സ്. അപ്പം നമ്മുടെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ മെമ്പേഴ്സിന് ആ സ്ഥാപനത്തോട് എന്തുണ്ടാവണം? ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അക്കൗണ്ടബിലിറ്റി അറിയാമല്ലോ, അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ഈ ആൻസറബിലിറ്റിയാണ്. അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അതേപോലെ തന്നെ ആ സ്ഥാപനത്തോട് നമുക്കൊരു ലോയലായിട്ടുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ലോയലായിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവണം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിടുന്നതിനെ കൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് അവിടുത്തെ എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് സെക്യൂറിങ് ബെറ്റർ കൺസ്യൂമേഴ്സ്, ബോറോവേഴ്സ്, എൻലൈറ്റൻഡ് എലക്ടേഴ്സ് ആൻഡ് മോർ യൂസ്ഫുൾ സിറ്റിസൺസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവഴി നമുക്ക് എന്തിനെ സെക്യൂർ ചെയ്യാൻ കഴിയണം? നല്ല കൺസ്യൂമേഴ്സിനെ, ബെറ്റർ കൺസ്യൂമേഴ്സിനെ സെക്യൂർ ചെയ്യാൻ കഴിയണം. അതേപോലെ തന്നെ നല്ല ബോറോവേഴ്സ് എന്ന് വെച്ചാൽ വളരെ കൃത്യമായി എന്താണ് അതിൻ്റെ അടവ് തിരിച്ചടച്ച് പോകുന്ന ആൾക്കാരെയാണ്. എൻലൈറ്റൻഡ് എലക്ടേഴ്സ് എന്ന് വെച്ചാൽ ആരെയെങ്കിലും നമ്മൾ എലക്ട് ചെയ്തിട്ട് കാര്യം, നമുക്കൊരു വോട്ടവകാശമുണ്ട് എന്ന് കരുതി ആരെയെങ്കിലും വോട്ട് ചെയ്ത് ജയിപ്പിക്കാതെ നമുക്ക് നല്ല ലീഡേഴ്സായി വരാൻ കഴിയുന്ന ആളുകളെ നമ്മൾ എലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എൻലൈറ്റൻഡ് എലക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മേക്കിംഗ് മെമ്പേഴ്സ് ആൻഡ് എംപ്ലോയീസ് മോർ കോമ്പീറ്റൻറ്റ് ഇൻ ദെയർ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഈ മെമ്പേഴ്സും അതേപോലെ തന്നെ എംപ്ലോയേഴ്സും അവരവരുടെ പെർഫോമൻസ് കുറച്ചുകൂടി കോമ്പീറ്റൻ്റ് ആക്കി മാറ്റിയെടുക്കാനും ഒക്കെ എന്താവശ്യമാണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിൻ്റെ പർപ്പസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ്. എന്താണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പർപ്പസായി നമുക്ക് പറയാൻ കഴിയുക? അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസസ് of the cooperative education? To bring people within the fold of the cooperative movement and to help them to rise above himself എന്ന് വെച്ചാൽ ഈ ആളുകളെ നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ ആ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആൻഡ് ടു ഹെൽപ്പ് ദം ടു റൈസ് എബവ് ഹിംസെൽഫ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു ഉയർച്ച കൊടുക്കാനെ കൊണ്ട് അദ്ദേഹത്തെ പ്രാപ്തനാക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത് ടു പ്രൊഡ്യൂസ് ആൻ എൻ്റർപ്രനോറിയൽ ക്വാളിറ്റി ഇൻ എ പോപ്പുലേഷൻ വെയർ ബിസിനസ് മാനേജ്മെൻറ്റ് ഈസ് അൺനോൺ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടോ ബിസിനസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടോ ഒരു പക്ഷേ എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. അത്തരം ഒരു അൺനോൺ ആയിട്ടുള്ളൊരു പോപ്പുലേഷനുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കുക? ഒരു എൻ്റർപ്രനോറിയൽ ക്വാളിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള സംഘടന മികവ് കൊടുക്കുക എന്നുള്ളതാണ്. ടു കീപ്പ് എ ലൈവ് ഇൻ മെമ്പേഴ്സ് ദ ഫീലിംഗ് ദാറ്റ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എൻ ഓർഗനൈസേഷൻ ദാറ്റ് ബിലോങ്സ് ടു ദം ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദം ഫോർ ഇറ്റ്സ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് അവരുടെ തന്നെയാണ്, അത് അവരെ ആശ്രയിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത്. അവരുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ആയാലും പ്രോസ്പെരിറ്റി ആയാലും നോക്കുമ്പോൾ അത് ഇവിടുത്തെ ജനങ്ങളെയാണ് ആശ്രയിക്കുന്നത്, ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അത് ജനങ്ങളുടെ ഓർഗനൈസേഷനാണ് എന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. അതേപോലെ ടു ഇൻസ്റ്റിൽ ഇൻ ദം ദ നോളജ്, മോട്ടീവ്സ് ആൻഡ് എബിലിറ്റി that will make them
into real cooperators imbued with the will to assist in their joint enterprises. എന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന നോളജും മോട്ടീവ്സും എബിലിറ്റിയും ഒക്കെ കൊടുക്കുക എന്ന് വെച്ചാൽ അവരെ ഒരു റിയൽ കോ ഓപ്പറേറ്റേഴ്സാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു നല്ല സഹകാരികളാക്കി മാറ്റുക എന്നതിനുള്ള അറിവും അതേപോലെ മോട്ടീവ്സും എബിലിറ്റിയും ഒക്കെ കൊടുക്കുക. പിന്നെ ടു വേജ് എ വാർ upon illiteracy and ignorance so as to equip men and women to build a new society. എന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്ത്രീകളെയും അല്ലെങ്കിൽ നമ്മുടെ പുരുഷന്മാരെയും അവരുടെ ഒരു ന്യൂ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇല്ലിറ്ററസിക്കും അല്ലെങ്കിൽ ഇഗ്നോറൻസിനുമെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം എഴുത്തും വായനയും ഒന്നും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അവർക്ക് ഒരു നല്ല സഹായം കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ടു അസിസ്റ്റ് എക്യുപ്പിംഗ് ദ ഡെമോക്രസി ഓഫ് കോഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇവിടെ കോഓപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ഭാഗം പഠിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വാട്ട് ഈസ് കോഓപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്ന സംഗതി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് ഡെമോക്രസി വൃത്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. പിന്നെ ടു പ്രൊട്ടക്റ്റ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഗെയിൻസ്റ്റ് ക്രീപ്പിംഗ് ഓഫ് നോൺ കോഓപ്പറേറ്റീവ് ഐഡിയാസ് സച്ച് ആസ് ഡോമിനേറ്റഡ് ബൈ എ സ്മാൾ മൈനോറിറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കുറേ ദൂരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചില നോൺ കോഓപ്പറേറ്റീവ് ഐഡിയാസ് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ചില നോൺ കോഓപ്പറേറ്റീവ് ഐഡിയാസ് കടന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് നേച്ചർ ഇല്ലാതെയായി പോകും, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കാനെ കൊണ്ട് അവിടെ കുറച്ച് ആളുകളെങ്കിലും ഈ കോഓപ്പറേറ്റീവ്ലി എഡ്യൂക്കേറ്റഡ് ആയി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. To counteract the propaganda activities of people who do not believe in the cooperative principles. എന്ന് വെച്ചാൽ ഈ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ വിശ്വസിക്കാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ നമ്മുടെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് തിരികെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വിശ്വസിപ്പിക്കുവാനെ കൊണ്ട് നമുക്ക് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ ടു ഇൻഫോം ദ ജനറൽ പബ്ലിക് കറക്റ്റ്ലി എബൌട്ട് ദ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മുടെ ജനറൽ പബ്ലിക്കിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മളെല്ലാം പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഇത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ്. നമ്മളറിയാമല്ലോ, നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കുറേ വിവരങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ടൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അതേപോലെ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മളതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് കേട്ടോ. To create trained personnel responsive to the needs of cooperative and guided by the principles of cooperation. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള തൊഴിലാളികളെ എന്ന് വെച്ചാൽ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ അവർക്ക് കൃത്യമായിട്ടുള്ള നല്ല കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലുള്ള അറിവും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് നല്ല ആ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനെ കൊണ്ട് സഹായിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ അത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് എന്താണ് എന്നാണ്. കോഓപ്പറേറ്റീവ് ട്രെയിനിങ് മറ്റൊന്നുമില്ല. ഈ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പറഞ്ഞല്ലോ. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കോഓപ്പറേഷൻ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്കൊരു പർട്ടിക്കുലർ സ്കില്ല് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ്ങിന് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നോക്കിയേ, ട്രെയിനിങ് ഈസ് കൺസേൺഡ് വിത്ത് ഡെവലപ്പിംഗ് എ പർട്ടിക്കുലർ സ്കിൽ ടു എ ഡിസൈഡ് സ്റ്റാൻഡേർഡ് ബൈ ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രാക്ടീസ്. നമുക്ക് ഇൻസ്ട്രക്ഷനിലൂടെയും
പ്രാക്ടീസസിലൂടെയും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ട്രെയിനിങ് ഉപയോഗിക്കുന്നത്. ട്രെയിനിങ് ഈസ് എ ഹൈലി യൂസ്ഫുൾ ടൂൾ ദാറ്റ് ക്യാൻ ബ്രിങ് എൻ എംപ്ലോയി ഇൻ ടു എ പൊസിഷൻ where they can do their job correctly, effectively and conscientiously. എന്ന് വെച്ചാൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ജോലി, ഒരു പൊസിഷനിലിരുന്ന് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി വളരെ കൃത്യമായി, വളരെ എഫിഷ്യൻ്റായി, വളരെ കറക്റ്റായിട്ട് നമ്മൾ ബോധപൂർവ്വം അത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താണ്, അത് ട്രെയിനിങ് ആണ് എന്നുള്ളതാണ്. ട്രെയിനിങ് ഈസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിങ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് എൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബ് ഒരു എംപ്ലോയി ചെയ്യുമ്പോൾ ആ ജോബിനകത്തുള്ള നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാനെ കൊണ്ട്, ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ ട്രെയിനിങ് വളരെ പ്രധാനപ്പെട്ടൊരു മാർഗ്ഗമാണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇംപ്രൂവിങ് ഓപ്പറേഷണൽ പെർഫോമൻസ് ഹാസ് ബീൻ among key targets by various organizations globally including cooperatives. എന്നുവെച്ചാൽ നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനെ പോലെയും കോഓപ്പറേറ്റീവ്സിലും എന്താണ്, ഒരു ടാർഗറ്റാണ്, ഒരു ലക്ഷ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരം എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു മെമ്പർ ഓൺഡ് സൊസൈറ്റിയാണ്. ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാണുമ്പോൾ അതൊരു ബിസിനസ് എൻ്റർപ്രൈസ് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെമ്പർ ഓൺഡ് സൊസൈറ്റിയാണ്, ബിസിനസ് എൻ്റർപ്രൈസസ് ആണ്, അതേപോലെ തന്നെ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പം ഇത്തരം ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, നമ്മൾക്ക് ഈ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും മെമ്പേഴ്സിനും മാനേജ്മെൻറ്റിനും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മാത്രമേ അവിടെ ആ ആളുകൾക്ക് കൃത്യമായി വേണ്ടുന്ന കപ്പാസിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈഡ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് അറ്റൈൻ ചെയ്ത് വരാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം എന്നുള്ളതാണ് പറയുന്നത്. അവിടെ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയി അവർക്ക് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇപ്പോഴത്തെ ഒരു റിയൽ ലൈഫ് സിനേറിയോയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ എലക്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെല്ലാം ഇത് കൃത്യമായിട്ട് അറിയാമോ, അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിന് ഇത്തരം ഇത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനൊരു എൻലൈറ്റൻഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണമെങ്കിൽ ഇത്തരം ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി ദ ഇനിഷ്യേറ്റഡ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സിസ്റ്റം ഹാസ് സെർവ്ഡ് ആസ് an empowering tool to build the capacity of cooperatives to reach desired end. അപ്പം നമുക്ക് ഡിസൈഡ് എൻഡ് എന്നിവിടെ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് കൃത്യമായിട്ടും വേണ്ടുന്ന കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ട്രെയിനിങ് സിസ്റ്റവും നമ്മൾ അവിടെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇവർക്ക് നമുക്ക് വേണ്ടുന്ന എംപവർമെൻറ്റ് കൊടുക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുവഴി മാത്രമേ എന്ത് ചെയ്യാമുള്ളൂ, നമ്മുടെ മെമ്പേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സർവീസുകൾ നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പം കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആസ് എ മീൻസ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആയാലും ട്രെയിനിങ് ആയാലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. നമ്മൾ അത് NCUI നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതേപോലെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, NCCT നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്, അങ്ങനെ തുടങ്ങുന്ന 2-3 സ്ഥാപനങ്ങളെക്കുറിച്ച് കൂടി പറയാനുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സാമിന് മുമ്പ് സമയം കിട്ടുകയാണെങ്കിൽ ഒരു വീഡിയോ ആയി കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുക.